നമുക്കത് ആധികാരികമായിട്ട് പറയാനായിട്ട് കഴിയില്ല. പ്രതിയുടെ മൊഴി പ്രകാരം മനസ്സിലാവുന്നത് ആദ്യത്തെ 2 പ്രസവങ്ങൾ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലും അതിനെ തുടർന്നുള്ള ഇതടക്കം 3 വീട്ടിലും വെച്ചിട്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ഏതാ വീട്ടിൽ തന്നെ പ്രസവം നടത്താനുള്ള കാരണമായിട്ട് എന്താ പറയുന്നത്? ഈ വ്യക്തി കുറച്ച് അധികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അയാൾ അത്തരത്തിലുള്ള റീസൺസാണ് അതിന് പ്രൈമറിലി പറയുന്നത്. അത് ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിന് മുന്നത്തെ 2 ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3ാമത്തേതും ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായ സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമുക്ക് ഇന്നലെ ഇങ്ങോട്ടേക്ക് അയച്ചു കിട്ടി. നമ്മളതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് ഇപ്പോൾ നിലവിൽ അതിൽ 1ാം പ്രതിയായിട്ട് സംഭവത്തിനകത്ത് കുട്ടിയുടെ ഹസ്ബൻഡായിട്ടുള്ള സിറാജുദ്ദീനെ ഇന്നലെ വൈകുന്നേരം നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇതിൽ പ്രാഥമികമായിട്ടും ഈ കേസിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഡോക്ടറുടെ മൊഴി പ്രകാരം ഇതിൽ ഈ പെൺകുട്ടിക്ക് 5ാമത്തെ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് കൂടിയൊരു കാര്യമാണ്. അതൊരു മെഡിക്കൽ സപ്പോർട്ടോടു കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കെ അതിന് എല്ലാവിധ മുൻകൈയും എടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ അതിൽ പ്രധാനിയായിട്ടുള്ള ഹസ്ബൻഡിന് നമ്മൾ 105 BNS, അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ ബോഡി തന്നെ പെരുമ്പാവൂർക്ക് കൊണ്ടുപോവുകയും മറ്റ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇന്നലെ വൈകിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. മറ്റു പ്രതികളുണ്ടോ? ഇതിൽ സഹായം ചെയ്തിട്ടുള്ള മറ്റുള്ളവരിലേക്കുള്ള അന്വേഷണം അതിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതലായിട്ട് വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിലേതെങ്കിലും ഇതിൽ സപ്പോർട്ട് ആർക്കെങ്കിലുമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിലേക്കും അന്വേഷണം കൃത്യമായിട്ട് പോകും. 5 കുട്ടികളുണ്ടല്ലോ, അതിൽ എത്ര പ്രസവം വീട്ടിൽ വെച്ച് നടന്നിട്ടുണ്ടെന്നാണ്? നമുക്കത് ആധികാരികമായിട്ട് പറയാനായിട്ട് കഴിയില്ല. പ്രതിയുടെ മൊഴി പ്രകാരം മനസ്സിലാവുന്നത് ആദ്യത്തെ 2 പ്രസവങ്ങൾ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലും അതിനെ തുടർന്നുള്ള ഇതടക്കം 3 വീട്ടിലും വെച്ചിട്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ഏതാ വീട്ടിൽ തന്നെ പ്രസവം നടത്താനുള്ള കാരണമായിട്ട് എന്താ പറയുന്നത്? ഈ വ്യക്തി കുറച്ച് അധികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അയാൾ അത്തരത്തിലുള്ള റീസൺസാണ് അതിന് പ്രൈമറിലി പറയുന്നത്. അത് ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിന് മുന്നത്തെ 2 ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3ാമത്തേതും ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. ഈ മരിച്ച സ്ത്രീയുടെ ഒക്കെ ആശുപത്രി പോകുന്ന തരത്തിലുള്ളതായിരുന്നു അവരൊരു നിലപാടൊക്കെ എന്തായിരുന്നു? നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കുട്ടി, അതായത് മരണപ്പെട്ട ലേഡി, അവരുടെ ഫാമിലിയുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ്സ് വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവരിതിന് സപ്പോർട്ടിങ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഹസ്ബൻഡിൻ്റെ പ്രേരണ ഇതിനകത്ത് നല്ല രീതിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. യുവതിയും എതിർത്തിരുന്നു ആശുപത്രി കൊണ്ടുപോകുന്നതിന്. നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവരില്ലാത്തതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് നമുക്ക് അന്വേഷണം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അവരുടെ ഫാമിലി, ഫ്രണ്ട് സർക്കിൾ, ഇവരെല്ലാവരും മൊഴികൾ വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഒബ്ജക്ഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ പ്രതിയുടെ പേരിൽ മുൻപും മറ്റെന്തെങ്കിലും കേസുകളുണ്ടോ? ഇല്ല, ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും തന്നെ നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരേക്കും. 1ാമത്തെ കാര്യം, ഈ പറഞ്ഞ വ്യക്തി മലപ്പുറം സ്വദേശിയല്ല, ആലപ്പുഴ സ്വദേശിയാണ്. ഇതിനു മുന്നേ ഉള്ള 2 പ്രസവങ്ങൾ നടന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. ആലപ്പുഴയിൽ, എറണാകുളം ജില്ലയിലൊക്കെ ആയിട്ടാണ്. പിന്നെ ഉള്ളത് വളാഞ്ചേരി, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ കുറച്ച് ആൾ താമസിക്കുന്നു. അവിടെ വെച്ചിട്ടും